മുകളിൽ പറഞ്ഞ രുദ്ര ശൈവ ആഗമങ്ങളുടെ വേർതിരിവുകൾ എപ്പോഴും ഓർത്തുപോകണം. ഇവിടെ മുകളിൽ പറഞ്ഞ 28 ആഗമങ്ങളാണ് സിദ്ധാന്ത ശൈവസത്തിൻ്റെ സ്രോതസ് ഗ്രന്ഥമായിട്ട് പറയുന്നത്. ആ 28 ആഗമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാമികാഗമം തുടങ്ങി വാതുലാഗമം വരെയുള്ള 28 ആഗമങ്ങളാണ് സിദ്ധാന്ത ശൈവസത്തിൻ്റെ ബേസ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉപാഗമങ്ങളായിട്ട് വരുന്നതും സിദ്ധാന്ത ശൈവസത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് സ്രോതസ്സായിട്ട് പറയുന്ന ഗ്രന്ഥം. കാമികാഗമം, യോഗാഗമം, ചിന്ത്യാഗമം, കാരണാഗമം, അജിതാഗമം, ദീപ്താഗമം, സൂക്ഷ്മാഗമം, സഹസ്രാഗമം, അംശുമദ്ഭേദാഗമം, സുപ്രഭേദാഗമം, വിജയാഗമം, നിശ്വാസാഗമം, സ്വയംഭുവാഗമം, അനിലാഗമം, വീരാഗമം, രൗരവാഗമം, മകുടാഗമം, വിമലാഗമം, ചന്ദ്രജ്ഞാനാഗമം, ബിംബാഗമം, പ്രാദ്ഗീതാഗമം, ലളിതാഗമം, സിദ്ധാഗമം, സന്താനാഗമം, സർവോക്താഗമം, പരമേശ്വരാഗമം, കിരണാഗമം തുടങ്ങി സിദ്ധാന്ത ശൈവസത്തിന് മൂലമായിരിക്കുന്ന സ്രോതസ്സായിരിക്കുന്ന 28 രുദ്രാഗമങ്ങളെക്കുറിച്ച് പറയുന്നു. ഞാനിത് എടുത്തിട്ടുള്ളത് തന്ത്രാലോകത്തിന് ജയരഥൻ്റെ ഒരു കമൻട്രി ഉണ്ട്. ആ കമൻട്രിയിലാണ് ഈ 28 ആഗമങ്ങളെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപാഗമങ്ങളുടെ ലിസ്റ്റ് വേണ്ടവർക്ക്, ജിജ്ഞാസുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. അത് എവിടുന്നാണ് കിട്ടുന്നതെന്നുള്ളത് പറയാം. ദ വോളിയം ഓഫ് രൗരവാഗമം എന്ന് പറഞ്ഞിട്ട് NR ഭട്ടിൻ്റെ ഒരു ബുക്കുണ്ട്. അദ്ദേഹം അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ രുദ്രാഗമങ്ങളുടെ ഉപാഗമങ്ങളുടെ ലിസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ അതിൽ നോക്കിയിട്ട് ഇത് പഠിക്കാം. ജിജ്ഞാസുക്കൾക്ക് ഇതൊരു തുടക്കമായിട്ട് എടുക്കുകയും ചെയ്യാം. ഇത് സൗത്ത് ഇന്ത്യൻ ശൈവിസം എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് ഇത് പ്രശസ്തമായിട്ടുണ്ട് എങ്കിലും വാസ്തവത്തിൽ ഇത് സൗത്ത് ഇന്ത്യയെ മാത്രമല്ല, ഇത് കാശ്മീര ദേശത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാഡദേശത്തിൽ, ഗുജറാത്ത് മുതൽ ബംഗാളിലെ റാർഹ് വരെയുള്ള സ്ഥലങ്ങളുണ്ട്. ലാഡദേശത്തിൽ ഈ ശൈവസത്തിന് ഒരുപാട് സോഴ്സുകൾ കാണുന്നുണ്ട്.